ഹായ്, അടുത്ത ടോപ്പിക്കാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇവിടുത്തെ റാൻഡം വേരിയബിൾ എക്സ് ആണ്. റാൻഡം വേരിയബിൾ എക്സ്. ഇതിന്റെ PDF f of x equal to 1 by b minus a if a less than or equal to x less than or equal to b. 0 otherwise. അപ്പോൾ റാൻഡം വേരിയബിൾ എക്സ് ആണ്. PDF ഇതാണ്. നമുക്കിതിനെ എങ്ങനെ എഴുതാം? നമുക്കിങ്ങനെ എഴുതാം: എക്സ് ഫോളോസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ വിച്ച് പാരാമീറ്റർ a, b ഇൻ ദി ഇന്റർവെൽ a, b എന്ന് പറയാം. അതായത് എക്സ് ഫോളോസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദി ഇന്റർവെൽ a, b. ഇവിടെ a ലോവർ ലിമിറ്റ്, b അപ്പർ ലിമിറ്റ്, PDF എന്താണ്? 1 by b minus a ആണ്. ഇതൊരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. അതായത് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. ഒരു പ്രൂഫാണ് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ടൈപ്പാണ്. നമുക്ക് ഇതിന്റെ മീനും വേരിയൻസും കണ്ടുപിടിക്കാം. മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മീൻ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണ്. മീൻ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്. എന്താണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സിന്റെ ഫോർമുല? ഇന്റഗ്രൽ ലോവർ ലിമിറ്റ് ടു അപ്പർ ലിമിറ്റ് എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇതാണ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സിന്റെ ഫോർമുല. എന്താണ് നമ്മുടെ എഫ് ഓഫ് എക്സ്? 1 by b minus a അല്ലേ? അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്താണ്? 1 by b minus a. a less than or equal to x less than or equal to b, 0 otherwise. ഇതാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ PDF. അപ്പൊ എന്ത് വരും? ഇന്റഗ്രൽ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ്, ലോവർ ലിമിറ്റ് a അപ്പർ ലിമിറ്റ് b, x ഇൻറ്റു എന്താണ് എഫ് ഓഫ് എക്സ്? 1 by b minus a dx. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 1 by b minus a വെളിയിലാക്കാം. എന്താണ് ഇന്റഗ്രൽ ഓഫ് എക്സ്? എക്സ് സ്ക്വയർ ബൈ 2 ആണ്. ഇന്റഗ്രൽ ഓഫ് എക്സ് എക്സ് സ്ക്വയർ ബൈ 2 ലിമിറ്റ് a ടു b. അത് കൊടുക്കുമ്പോൾ എന്ത് വരും? 1 by 2 ഇൻറ്റു b മൈനസ് a അപ്പർ ലിമിറ്റ് b സ്ക്വയർ മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ a സ്ക്വയർ. എന്താണ് b സ്ക്വയർ മൈനസ് a സ്ക്വയർ എന്ന് പറഞ്ഞാൽ? a പ്ലസ് b ഇൻറ്റു a മൈനസ് b അല്ലേ? അല്ലെങ്കിൽ എന്താണ് ഇതിപ്പം b സ്ക്വയർ മൈനസ് a സ്ക്വയർ അല്ലേ? അപ്പം b പ്ലസ് a ഇൻറ്റു b മൈനസ് a അല്ലേ? b സ്ക്വയർ മൈനസ് a സ്ക്വയറിന് b പ്ലസ് a ഇൻറ്റു b മൈനസ് a ബൈ 2 ഇൻറ്റു b മൈനസ് a. ഇവിടെ നമ്മുടെ b മൈനസ് a വെട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? a പ്ലസ് b ബൈ 2 ആണ്. മീൻ കിട്ടിക്കഴിഞ്ഞു. ഫോർ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ മീൻ ഈക്വൽ ടു a പ്ലസ് b ബൈ 2. ഫോർ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ മീൻ എന്താണ്? a പ്ലസ് b ബൈ 2. ഇനി വേരിയൻസ് കണ്ടുപിടിക്കാം. വേരിയൻസ് കാണണമെങ്കിൽ എന്ത് വേണം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ വേണം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്താണ്? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ എഫ് ഓഫ് എക്സ് ഡി എക്സ്. നമ്മുടെ ലിമിറ്റ് എന്താണ്? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇല്ലല്ലോ. എ ടു ബി എ ഉള്ളൂ. എ ടു ബി എക്സ് സ്ക്വയർ എന്താണ്? എഫ് ഓഫ് എക്സ് 1 by b മൈനസ് എ ഡി എക്സ്. ഇതാണല്ലോ. 1 by b മൈനസ് എ വെളിയിലാക്കാം. എക്സ് സ്ക്വയർ എന്ത് വരും? എക്സ് ക്യൂബ് ബൈ 3. ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് 1 by 3 ഇൻറ്റു ബി മൈനസ് എ ബി ക്യൂബ് മൈനസ് എ ക്യൂബ് ആണ്. എന്താണ് ഈ ബി ക്യൂബ് മൈനസ് എ ക്യൂബ് എന്ന് പറഞ്ഞാൽ? ഇതിനെ നമുക്ക് ബി ക്യൂബ് മൈനസ് എ ക്യൂബിന് ബി മൈനസ് എ ഇൻറ്റു ബി സ്ക്വയർ പ്ലസ് ബി എ പ്ലസ് എ സ്ക്വയർ എന്ന് പറയാം. ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. ബി ക്യൂബ് മൈനസ് എ ക്യൂബിന് പകരം ബി മൈനസ് എ ഇൻറ്റു ബി സ്ക്വയർ പ്ലസ് ബി എ പ്ലസ് എ സ്ക്വയർ എന്നൊരു ഫോർമുല പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ബൈ ബി ബൈ 3 ഇൻറ്റു ബി മൈനസ് എ. ഇവിടെ നമ്മുടെ ബി മൈനസ് എ വെട്ടിപ്പോകും. ബാക്കി എന്താണ്? തിരിച്ചെഴുതാം. എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ബൈ 3 ആണ്. ഇപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് വരെ കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് വേണം? വേരിയൻസ് കാണാം. വേരിയൻസ് കാണാൻ നോക്കാം. ഇനി വേണ്ടത് വേരിയൻസ് ആണ്. വേരിയൻസ് എന്ന് പറഞ്ഞ ഫോർമുല എന്താണ്? വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്നാണ് ഫോർമുല. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ കിട്ടിക്കഴിഞ്ഞു. എന്താണ്? എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ബൈ 3 മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്താണ്? എ പ്ലസ് ബി ബൈ 2 അതിന്റെ ഹോൾ സ്ക്വയർ. എന്ത് വരും ഇത്? എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ ബൈ 3 മൈനസ് അത് നമ്മുടെ ഹോൾ സ്ക്വയർ വരും. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്താണ്? എ സ്ക്വയർ പ്ലസ് 2ab plus b square by 4
അതിൻ്റെ ഹോൾ സ്ക്വയർ എടുത്തു. ഇനി ഇത് രണ്ടും കൂടെ സം ചെയ്യുമ്പം ഇവിടെ താഴെ 12 വരും. 12 അടുത്തെന്താണ് 4 ഇൻറ്റു 4a സ്ക്വയർ പ്ലസ് 4ab പ്ലസ് 4b സ്ക്വയർ മൈനസ് 3a സ്ക്വയർ മൈനസ് 6ab മൈനസ് 3b സ്ക്വയർ. അപ്പം എന്ത് വരും 4a സ്ക്വയറും മൈനസ് 3a സ്ക്വയറും കൂടെ a സ്ക്വയർ 4ab പ്ലസ് മൈനസ് 6ab മൈനസ് 2ab 4b സ്ക്വയർ മൈനസ് 3b സ്ക്വയർ പ്ലസ് b സ്ക്വയർ ബൈ 12. ഇതെന്താണ് a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് a മൈനസ് b ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ എന്ത് കിട്ടി a മൈനസ് b ദ ഹോൾ സ്ക്വയർ ബൈ 12 എന്ന് കിട്ടി. അതായത് ഫോർ എ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഫോർ എ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ മീൻ ഈക്വൽ ടു a പ്ലസ് b ബൈ 2 വേരിയൻസ് ഈക്വൽ ടു a മൈനസ് b ദ ഹോൾ സ്ക്വയർ ബൈ 12. തിരിച്ചും പറയാം എന്താണ് b പ്ലസ് a ബൈ 2 മീനും b മൈനസ് a ദ ഹോൾ സ്ക്വയർ ബൈ 12 എന്നും പറയാം. a മൈനസ് b ദ ഹോൾ സ്ക്വയർ തന്നെയാണ് b മൈനസ് a ദ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പൊ തിരിച്ച് വേരിയൻസിനെ b മൈനസ് a ദ ഹോൾ സ്ക്വയർ ബൈ 12 എന്നും പറയാം. അപ്പൊ മീൻ എന്താണ് മീൻ a പ്ലസ് b ബൈ 2 ആണ്. വേരിയൻസ് a മൈനസ് b ദ ഹോൾ സ്ക്വയർ ബൈ 12 ആണ്. ഇനി നമുക്ക് ഇത് ബേസ് ചെയ്തുള്ള പ്രോബ്ലം ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് എ റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറയുന്നുണ്ട്. എ റാൻഡം വേരിയബിൾ എക്സ് ഫോളോസ് എ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദി ഇന്റർവെൽ -3,3 ഇങ്ങനെയല്ലേ. അപ്പൊ ആദ്യം എങ്ങനെ എഴുതാം എക്സ് ഫോളോസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദി ഇന്റർവെൽ -3,3. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ PDF എന്താണ് PDF ഈസ് f of x equal to 1 by b minus a എന്നാണ്. 1 by b minus a എപ്പോഴാണ് 0 അല്ല a less than or equal to x less than or equal to b 0 otherwise. ഇതാണ് നമ്മുടെ PDFന്റെ ഫോർമുല. അപ്പൊ ഇവിടെ PDF എന്ത് വരും PDF എന്ന് പറഞ്ഞാൽ എന്താണ് 1 by b എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റ് a എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് 1 by അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അതായത് 1 by 3 മൈനസ് -3 അതായത് 1 by 6 ആണ്. എപ്പോഴാണ് -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ് 0 അതർവൈസ് ആണ്. PDF കിട്ടിക്കഴിഞ്ഞു. എന്താണ് PDF f of x equal to 1 by 6 ആണ്. -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 0 അതർവൈസ്. PDF കിട്ടിക്കഴിഞ്ഞു. ഇനി എന്ത് വേണം നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതിന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാനാണ്. അതിന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കാം. അതായത് പ്രോബിലിറ്റി ഓഫ് മോഡ് എക്സ് മൈനസ് 2 ലെസ് ദാൻ 2 എന്താണ് മീനിങ് മോഡുലസ് എക്സ് മൈനസ് 2ന്റെ വാല്യൂ ലെസ് ദാൻ 2 എന്ന് പറഞ്ഞ മീനിങ് എന്താണ് എക്സ് മൈനസ് 2 ലൈസ് ബിറ്റ്വീൻ -2 ആൻഡ് +2 എന്നാണ്. എക്സ് മൈനസ് 2 ലൈസ് ബിറ്റ്വീൻ -2 ആൻഡ് +2. മോഡുലസ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ് -2നും +2നും ഇടയ്ക്കാണ് ഈ എക്സ് മൈനസ് 2ന്റെ വാല്യൂ എന്നാണ്. ഇനി എന്ത് ചെയ്യണം ഇവിടെ നമുക്ക് എക്സ് മാത്രം മതി. അപ്പോൾ ഒരു -2 കൊണ്ട് ത്രൂ ഔട്ട് ആഡ് ചെയ്യാം. ഇവിടുത്തെ -2 കളയാൻ വേണ്ടിയിട്ട് ഒരു -2 കൊണ്ട് ത്രൂ ഔട്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും പ്രോബിലിറ്റി ഓഫ് -2 അല്ല ഒരു +2 ആഡ് ചെയ്താലേ പറ്റുള്ളൂ. ഇവിടെയുള്ള -2 മാറണം. അപ്പോൾ ഒരു +2 ആഡ് ചെയ്യും. +2 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും -2 +2 0 ലെസ് ദാൻ എക്സ് മൈനസ് 2 +2 എക്സ് ലെസ് ദാൻ 2 +2 4 ഇങ്ങനെ വരും. 0 to 4 എന്ന് എഴുതി. ഇന്റഗ്രൽ 0 to 4. അപ്പൊ എന്താണ് ശരിക്കും വേണ്ടത് ഇന്റഗ്രൽ 0 to 4 f of x dx അല്ലേ 0 to 4 f of x dx ആണ്. പക്ഷെ ഇവിടെ 3 വരെ ഉള്ളൂ. അപ്പൊ എന്ത് വരും ഇന്റഗ്രൽ 0 to 3 f of x എന്താണ് 1/6 dx പ്ലസ് അടുത്ത് 3 to 4 ആണെങ്കിൽ ബാക്കി എന്താണ് 3 to 4 ന് 0 അല്ലേ 0 dx ഇതല്ലേ. നമുക്കിവിടെ 3 വരെ ഉള്ളൂ. 0 to 4 കണ്ടുപിടിക്കണമെങ്കിലും നമുക്കിവിടെ 3 വരെയാണ് 1/6. അപ്പൊ ഇന്റഗ്രൽ 0 മുതൽ 3 വരെ 1/6 dx ആണ്. പ്ലസ് അടുത്തുള്ള 3 to 4 ആണെങ്കിൽ 0 dx ആണ്. 0 dx 0 ആണ്. അപ്പൊ ഇതിന്റെ ഇന്റഗ്രേഷൻ എന്ത് വരും 1/6 വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇന്റഗ്രൽ x ആണ് 0 to 3 കൊടുക്കുമ്പോഴേ 3/6 എന്ന് കിട്ടും. അതായത് 1/2 എന്നാണ് ആൻസർ. ആൻസർ കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് റാൻഡം വേരിയബിൾ. ആർ വി റാൻഡം വേരിയബിൾ? റാൻഡം വേരിയബിൾ x is uniformly distributed. x is uniformly distributed in the interval -k, k. അതിങ്ങനെ എഴുതും x follows uniform distribution in the interval -k, k. അപ്പൊ എന്താണ് PDF is f of x equal to എന്താ വരും 1 by b minus a അതായത് 1 by b minus a ആണ് ഫോർമുല. b minus a എന്താണ് k minus k അതായത് 1 by 2k
എപ്പോഴാണ് മൈനസ് കെ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ കെ, സീറോ അതർവൈസ് 1/b മൈനസ് എ എന്നാണ്. അതായത് 1 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, 1/k മൈനസ് കെ, അതായത് 1/2k എന്ന് വരും. മൈനസ് കെ ടു കെ വരെ 1/2k എന്ന് വരും. PDF കിട്ടിക്കഴിഞ്ഞു. ഈ കണ്ടീഷൻ അറിയാം, ഇത് വെച്ചിട്ട് k കണ്ടുപിടിക്കണം. എന്താണ് കണ്ടീഷൻ? പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് 1/3 ആണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കും? പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ലോവർ ലിമിറ്റ് 1 ആണ്, 1 to അപ്പർ ലിമിറ്റ് അവിടെ k വരെ ഉള്ളൂ, k 1 to k എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1/3 എന്നാണ്. ഇതല്ലേ? അതായത് ഇന്റഗ്രൽ 1 to k എഫ് ഓഫ് എക്സ് എന്താണ്? 1/2k ഡി എക്സ് ഈക്വൽ ടു 1/3 എന്നാണ്. ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. 1/2k കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് എക്സ് 1 to k അതായത് 1/3. അപ്പൊ എന്ത് വരും? അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ k മൈനസ് 1/2k ഈക്വൽ ടു 1/3 എന്നാണ്. ഒന്ന് ക്രോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ഇങ്ങോട്ട് വരും. 3k മൈനസ് 3 ഈക്വൽ ടു 2k. അപ്പൊ എന്ത് വരും? ഇതിപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് ആ 2k ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 2k ആയിട്ടാണ് വരുന്നത്. അതായത് 3k മൈനസ് 2k, 3k മൈനസ് 2k ഈക്വൽ ടു 3 എന്നാണ്. അപ്പൊ k ഈക്വൽ ടു 3 എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇതാണ് ആൻസർ. കെയുടെ വാല്യൂ കണ്ടുപിടിക്കണമായിരുന്നു. കെയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു 3 എന്ന്. അടുത്തൊരു ക്വസ്റ്റ്യൻ. എക്സ് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. എക്സ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്, പക്ഷേ ലിമിറ്റ് പറയുന്നില്ല. ഇൻ ദി ഇന്റർവെൽ a, b. ഈ എന്ത് പറയുന്നുണ്ട്? മീൻ അറിയാം. മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറഞ്ഞാൽ a+b/2. അത് തന്നിട്ടുണ്ട് 1 ആണ്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്താണ്? a+b/2 ആണ്, 1 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? a+b ഈക്വൽ ടു 2 അല്ലേ? a+b ഈക്വൽ ടു 2. ഇനി നമുക്ക് വേരിയൻസ് അറിയാം. വേരിയൻസ് 4/3 തന്നിട്ടുണ്ട്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസ് എന്താണ്? യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസ് a-b² ആണ്. അത് തന്നിട്ടുണ്ട് 4/3 എന്ന്. ഒന്ന് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇത് വെട്ടിപ്പോവല്ലോ. a-b² ഈക്വൽ ടു എന്ത് വരും? അതായത് a-b² ഈക്വൽ ടു 4 ഇൻറ്റു ഇത് വെട്ടുമ്പോഴത്തേക്ക് ഒരു 4 ഇൻറ്റു 4 16 എന്ന് കിട്ടണം അല്ലേ? ഈ 12 കൂടെ മോളിൽ കയറും. 12/3 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 ഇൻറ്റു 4 16. a-b² 16 എന്ന് കിട്ടും. a-b² 16 ആണെങ്കിൽ a-b എന്താണ്? പ്ലസ് ഓർ മൈനസ് 4 ആണ്. a-b² 16 ആണെങ്കിൽ a-b എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 4 ആണ്. ഇവിടെ a-b പ്ലസ് 4 ആണോ മൈനസ് 4 ആണോ എങ്ങനെ നോക്കും? നമ്മുടെ PDF പറയുന്നത് a ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു b എന്നാണ് കണ്ടീഷൻ. എക്കാളും വലുതാണ് b. അങ്ങനെയാണെങ്കിൽ a-b നെഗറ്റീവ് ആയിരിക്കും. a ചെറുതും b വലുതുമാണ്. അപ്പൊ a-b നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ a-b നെഗറ്റീവ് 4 ആയിരിക്കും. മനസ്സിലായോ? a-b നെഗറ്റീവ് 4 ആയിരിക്കും. നമ്മുടെ കണ്ടീഷൻ എന്താണ്? PDF-ലെ കണ്ടീഷൻ a ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു b എന്നാണ്. a ചെറുത് b വലുത്. അങ്ങനെയാണെങ്കിൽ a-b നെഗറ്റീവ്. അപ്പൊ a-b ഈക്വൽ നെഗറ്റീവ് 4. അത് രണ്ടും കൂടെ സോൾവ് ചെയ്യാം. a+b ഈക്വൽ ടു 2 ആണ്. a-b മൈനസ് 4 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2a ഈക്വൽ ടു -2 എന്ന് കിട്ടും. അപ്പൊ a എന്താണ്? എയുടെ വാല്യൂ -1 എന്ന് കിട്ടും. അതെടുത്ത് കൊടുക്കുമ്പം b എന്ത് വരും? b എന്ന് പറയുന്നത് a+4 ആണ്. അതായത് -1 + 4 3 എന്ന് കിട്ടും. b 3 എന്നും കിട്ടി. a -1 എന്നും b 3 എന്നും കിട്ടി. ഓക്കെ. അപ്പൊ ഇത് വെച്ച് നമുക്ക് PDF അറിഞ്ഞിട്ടായിരുന്നു. PDF എഴുതാം. നമുക്ക് a b കിട്ടിയതേ ഉള്ളൂ. PDF എന്താണ്? നമുക്ക് PDF അറിഞ്ഞിട്ടായിരുന്നു. PDF എന്താണ്? f of x ഈക്വൽ ടു 1/b മൈനസ് a എന്നാണ്. അപ്പൊ ഇവിടെ എന്ത് കിട്ടി? എയുടെ വാല്യൂ -1 ആണെന്നും ബിയുടെ വാല്യൂ 3 ആണെന്നും കിട്ടി. അപ്പൊ എന്ത് വരും? 1/b മൈനസ് a 0 എന്നല്ലേ? അപ്പൊ ഇതെന്താവും? 1/b മൈനസ് a എന്താണ്? 1 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 1/4 ആണ്. എപ്പോഴാണ്? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, 0 അതർവൈസ്. നമുക്ക് PDF ആയി കഴിഞ്ഞു. കണ്ടോ? PDF ആയതേ ഉള്ളൂ. PDF എന്താണ്? 1/b മൈനസ് a എന്നാണ്. അതായത് 1 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നാണ്. 1/3 മൈനസ് -1 1/4. എപ്പോഴാണ്? -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, 0 അതർവൈസ്. PDF കിട്ടിക്കഴിഞ്ഞു.
ഇനി എന്താണ് വേണ്ടത്? അടുത്ത് പറയുന്നത് ഈ ത്രീ ഇൻഡിപെൻഡന്റ് ഒബ്സർവേഷൻസ് ഓഫ് എക്സ് ആർ മെയ്ഡ്, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ആൾ ഓഫ് ദം ആർ നെഗറ്റീവ്? നമ്മൾ ഇങ്ങനെയുള്ള 3 ഇൻഡിപെൻഡന്റ് ഒബ്സർവേഷൻസ് നടത്തിയാണ്. ഇതിൽ 3ഉം നെഗറ്റീവ് ആവാനുള്ള പ്രോബിലിറ്റിയാണ് ചോദിക്കുന്നത്. നമുക്ക് ഒരെണ്ണം നെഗറ്റീവ് ആവുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കാം. അതായത് ഇങ്ങനെയുള്ള 3 ഒബ്സർവേഷൻസ് ഓഫ് എക്സ് ആർ മെയ്ഡ്, ഈച്ച് ഓഫ് ദീസ് ഒബ്സർവേഷൻസ് ക്യാൻ ബി നെഗറ്റീവ് വിത്ത് പ്രോബിലിറ്റി എന്താണ്? പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 0. ഓരോന്നും നെഗറ്റീവ് ആവുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 0. അതെങ്ങനെ കണ്ടുപിടിക്കും? പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 0 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 0ക്ക് അകത്താണ്. അപ്പൊ അപ്പർ ലിമിറ്റ് ആണ് 0, 0ക്ക് താഴെ ലോവർ ലിമിറ്റ് -1 ആണ്. ലോവർ ലിമിറ്റ് -1 ആണ്. ഓരോന്നും നെഗറ്റീവ് ആകാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 0. അപ്പർ ലിമിറ്റ് ആണ് 0, ലോവർ ലിമിറ്റ് എന്താണ്? ഈ PDF-ലുള്ള ലോവർ ലിമിറ്റ് -1 ആണ്. ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അതായത് ഇന്റഗ്രൽ -1 to 0 എഫ് ഓഫ് എക്സ് എന്താണ്? 1/4 dx. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 1/4 into x എന്ന് വരും. ലിമിറ്റ് -1 to 0 ആണ്. അപ്പൊ എന്ത് വരും? 1/4 into 0 minus -1 എന്നാണ്. അപ്പൊ 1/4 എന്ന് കിട്ടും. അപ്പൊ ഓരോന്നും നെഗറ്റീവ് ആവാനുള്ള പ്രോബിലിറ്റി എന്താണ്? 1/4 വീതമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് 3ഉം നെഗറ്റീവ് ആവാനുള്ള പ്രോബിലിറ്റി എന്താണ്? ആദ്യത്തെ നെഗറ്റീവ്, രണ്ടാമത്തത് നെഗറ്റീവ്, മൂന്നാമത് നെഗറ്റീവ്. അപ്പൊ എന്താണ്? പ്രോബിലിറ്റി ഓഫ് ആൾ ഓഫ് ദം ആർ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ 1/4 into 1/4 into 1/4 ആണ്. 3 നെഗറ്റീവ് ആവാനുള്ള പ്രോബിലിറ്റി ആണ്. പ്രോബിലിറ്റി ഓഫ് ആൾ ഓഫ് ദം ആർ നെഗറ്റീവ്, ആൾ ഓഫ് ദം ആർ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എല്ലാം നെഗറ്റീവ് ആണ്. എല്ലാം നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്? 1/4 into 1/4 ആണ്. അപ്പൊ എന്ത് വരും? 1/64 എന്ന് കിട്ടും. പ്രോബിലിറ്റി കിട്ടി കഴിഞ്ഞു. ഇതാണ് ആൻസർ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. ഇൻ കൊഹറന്റ് റേഡിയോ കമ്മ്യൂണിക്കേഷൻസ് the phase difference between the transmitter and the receiver denoted by x is modeled as a uniform random variable in -pi, അതായത് ഒരു കൊഹറന്റ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് അതാണ് റാൻഡം വേരിയബിൾ എക്സ്. ഈസ് എ യൂണിഫോം റാൻഡം വേരിയബിൾ ഇൻ -pi, ഇത്രയല്ലേ ഉള്ളൂ. അപ്പൊ അത്രയും സെന്റൻസ് കാണുമ്പോഴത്തേക്ക് എന്തോ ഭയങ്കരമായിട്ട് തോന്നിക്കാണ്. എന്താണ്? റാൻഡം വേരിയബിൾ എക്സ് ആണ്. അതെന്താണ്? ഫോളോസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇൻ -pi. എന്താണ് പറയുന്നത്? എക്സ് ഫോളോസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദി ഇന്റർവൽ -pi. ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്താണ് PDF? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞത് PDF എന്താണ്? 1/b - a ആണ് വരുന്നത്. 1/b - a, അതായത് 1 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് 1/pi - pi 1/2π ആണ്. എപ്പോഴാണ്? -pi ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ 0 അതർവൈസ്. നമുക്ക് PDF ആയി കഴിഞ്ഞു. ഇനി ഓർമ്മ ചെയ്യാലോ. കണ്ടോ? ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ എന്ത് കിട്ടി? എക്സ് ഫോളോസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദി ഇന്റർവൽ -pi, PDF എന്താണ്? 1/b - a എന്നാണ്. 1 അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ് പൈ മൈനസ് ലോവർ ലിമിറ്റ് -pi. അപ്പൊ 1/2π എന്ന് വന്നു. നമ്മൾ PDF ആദ്യം എഴുതി കഴിഞ്ഞു. ഇനി ഒരു ഓർമ്മ ചെയ്യാം. ഫസ്റ്റ് കണ്ടീഷൻ പറയുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് എന്താണ്? അപ്പർ ലിമിറ്റ് ആണ് 0 വരെ. 0യെക്കാളും ചെറുതെന്ന് പറയുമ്പോഴത്തേക്ക് 0 ആണ് അപ്പർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് എന്താണ്? ഇവിടെ PDF-ലുള്ള ലോവർ ലിമിറ്റ് -pi, ഇന്റഗ്രൽ -pi to 0 എഫ് ഓഫ് എക്സ് dx എന്നാണ്. അതായത് ഇന്റഗ്രൽ -pi to 0 എഫ് ഓഫ് എക്സ് എന്താണ്? 1/2π dx. അപ്പൊ എന്ത് വരും? 1/2π into x ആണ്. ലിമിറ്റ് -pi to 0. അപ്പൊ എന്ത് വരും? 1/2π into 0 minus -pi, അതായത് π/2π ആണ്. π/2π എന്താണ്? പൈയും 2π വെട്ടിപ്പോയിട്ട് 1/2 എന്ന് കിട്ടും. കണ്ടോ? അത് കിട്ടിക്കഴിഞ്ഞു 1/2 എന്ന്. അപ്പൊ ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞു 1/2 എന്ന് കിട്ടി. സെക്കൻഡ് എന്താണ്? പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ π/2. രണ്ടാമത് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ π/2. ഇത് ചെയ്യാം. എന്താണ് എക്സ് ലെസ് ദാൻ π/2 എന്ന് പറഞ്ഞാൽ? പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ π/2 എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റ് ആണ് π/2 വരെ. അപ്പൊ ലോവർ ലിമിറ്റ് എന്താണ്?
നമ്മൾ PDF ലോവർ ലിമിറ്റ് -π ആണ്, അപ്പർ ലിമിറ്റ് ആണ് π/2. f(x) dx എന്നാണ്. അപ്പൊ എന്ത് വരും? ഇന്റഗ്രൽ -π മുതൽ π വരെ f(x) 1/2π dx എന്ത് വരും? 1/2π നമുക്ക് വെളിയിലാക്കാം. ഇന്റഗ്രൽ ഓഫ് dx എന്താണ്? x ആണ്. എക്സിന്റെ ലിമിറ്റ് ആണ് -π to π ഇല്ല, π/2, -π to π/2. ഇത് കൊടുക്കുമ്പോൾ എന്ത് വരും? 1/2π ഇൻറ്റു π/2 മൈനസ് π. ഇപ്പൊ പ്ലസ് വരും. അതായത് 1/2π ഇൻറ്റു 3π/2. പൈയും പൈയും വെട്ടി പോകുമ്പോൾ നമുക്ക് 3/4 എന്ന് കിട്ടും. 3/4 എന്ന് കിട്ടി. ഇനി അടുത്ത് ചെയ്യേണ്ടത്, ഇത് രണ്ടും ഓർമ്മയിരിക്കണം. ഇനി അടുത്ത് ചെയ്യേണ്ടത് മൂന്നാമതാണ്. എന്താണ് മൂന്നാമത്തെ പറയുന്നത്? പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ π/2 ഗിവൺ എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇതെന്തുപോലെയാണ്? പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി പോലെയാണ്. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി. എന്താണ് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബിയുടെ ഫോർമുല? പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി എന്നാണ് ഫോർമുല. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പി ഓഫ് ബി ആണ്. അപ്പൊ എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ π/2 ഇന്റർസെക്ഷൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 ബൈ പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇതാണ്. എന്താണ് ഇതിന്റെ ഇന്റർസെക്ഷൻ? എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ നടുക്ക് 0 ഉണ്ട്. എക്സ് ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ x0 വലുതല്ല. എക്സ് ഗ്രേറ്റർ ദാൻ π/2 എന്ന് പറയുമ്പോൾ π/2 വീണ്ടും കുറച്ച് ഇങ്ങോട്ടല്ലേ? π/2 എക്സ് ഗ്രേറ്റർ ദാൻ π/2 എന്ന് പറയുമ്പോഴത്തേക്ക് അതിനേക്കാളും വലുതല്ല. അപ്പൊ എന്താണ് കോമൺ ആയിട്ട് വരുന്നത്? എക്സ് ഗ്രേറ്റർ ദാൻ π/2 അല്ലേ? അപ്പൊ എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ π/2 ബൈ പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇങ്ങനെയല്ലേ? ഇനി ഇതിനെങ്ങനെ കണ്ടുപിടിക്കാം? ഇന്റഗ്രേഷൻ ചെയ്ത് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്കിത് നേരെ തിരിച്ചെഴുതാം. തിരിച്ചെങ്ങനെ എഴുതാം? പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ π/2 എന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ലെസ് ദാൻ π/2 എന്നല്ലേ? ഇതല്ലേ? കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോഴേ ലെസ് ദാൻ വന്നാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നാലും പ്രശ്നമില്ല. ഡിസ്ക്രീറ്റിനാണ് അതെല്ലാം പ്രശ്നം വരുന്നത്. കണ്ടിന്യൂസ് വരുമ്പോൾ എക്സ് ലെസ് ദാൻ വന്നാലും എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നാലും നമുക്ക് ഇന്റഗ്രൽ ലോവർ ലിമിറ്റോ അപ്പർ ലിമിറ്റോ തന്നെയാണ് വരുന്നത്. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആ കാര്യത്തിൽ പ്രശ്നമില്ല. അപ്പൊ എന്താണ്? പ്രോബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ π/2 എന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2 ബൈ 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇത് രണ്ടും നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചല്ലേ? ഇത് ഫസ്റ്റ് അല്ലേ? ഇത് ഫസ്റ്റ് എന്താണ്? പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2 എന്ന് പറഞ്ഞാൽ 3/4 ആണ്. അത് രണ്ടും കണ്ടുപിടിച്ച് കഴിഞ്ഞു. 1 മൈനസ് 1/2. അപ്പൊ എന്ത് വരും? 1 മൈനസ് 3/4 1/4 ബൈ 1/2 ആണ്. നമുക്ക് 1/4 ഇൻറ്റു 2 എന്ന് വരും. 1/2 അങ്ങനെ കിട്ടും. 1/2 അത് കിട്ടി കഴിഞ്ഞു. ഇനി എന്താണ് വേണ്ടത്? മീനും വേരിയൻസും കൂടെ വേണം. മീനും വേരിയൻസും കണ്ടുപിടിക്കണം. എങ്ങനെ മീനും വേരിയൻസും കണ്ടുപിടിക്കും? യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ്. എന്താണ് മീൻ എന്ന് പറയുന്നത്? ഫോർ എ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ മീൻ ഈക്വൽ ടു a plus b by 2. a lower limit -π, b upper limit +π by 2 0. മീൻ 0 എന്ന് കിട്ടി. വേരിയൻസ് എന്താണ്? വേരിയൻസ് എന്ന് പറഞ്ഞാൽ b മൈനസ് എ അല്ല a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ബൈ 12 ആണ്. a എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് -π മൈനസ് b എന്ന് പറഞ്ഞാൽ π ദ ഹോൾ സ്ക്വയർ ബൈ 12 ആണ്. അപ്പൊ എന്ത് വരും? -2π ഹോൾ സ്ക്വയർ 4π² ബൈ 12. അതായത് π² ബൈ 3 എന്ന് കിട്ടുന്നു. നമുക്ക് മീനും വേരിയൻസും കിട്ടിക്കഴിഞ്ഞു. ഓക്കെ.